ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വിഷയം ശത്രുവിൻ്റെ മേൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ആത്മാവിനാൽ നൽകപ്പെട്ട പ്രവചനം, വെളിപാട്, ദർശനം, വചന സന്ദേശം ഇവ ആധാരമാക്കി നിങ്ങളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ശത്രുവിൻ്റെ കോട്ടകളെ തകർപ്പാൻ തക്ക ദൈവശക്തി ദൈവസഭകൾക്കുണ്ട്. ഇത് അഭിഷേകം പ്രാപിച്ചവർ, ആത്മീയർ, വിശ്വാസികൾ ഇത് അറിഞ്ഞിരിക്കേണ്ട, പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ്. ശത്രുവിനോട് പോരാടുവാൻ തക്ക ദൈവശക്തി ദൈവസഭകൾക്കുണ്ട്. സഭകളെന്ന് പറയുമ്പോൾ ഓരോ വിശ്വാസിയും കർത്താവിൻ്റെ സഭയാണ്. ആരാധനയ്ക്കായി കൂടുന്നതും എല്ലാവരും കൂടുന്നതും കർത്താവിൻ്റെ സഭയാണ്. ഹല്ലേലൂയ. അപ്പോൾ സഭയെന്ന് പറയുന്നത് ഓരോ വ്യക്തിയിലും ഓരോ സഭകൾക്കുമായിട്ടാണ് പറയുന്നത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവ് വെളിപ്പെടുത്തിയ വെളിപ്പെടുത്തലുകൾ പ്രവചനദൂതായി ഞാൻ പറയുന്നു, പ്രവാചക ശബ്ദമായി ഞാൻ പറയുന്നു. ഹല്ലേലൂയ. ഒന്ന്, ആത്മീയ വളർച്ചയുടെ പൂർണ്ണത. 2, അന്ധകാര ശക്തിയോടുള്ള പോരാട്ടം. ഈ 2 വിഷയമാണ് ആത്മാവിനാൽ എനിക്ക് നൽകപ്പെട്ടിട്ടുള്ള. ഈ 2 വിഷയം വെച്ചിട്ടുള്ള മെസ്സേജുകളാണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇതാണ് എനിക്ക് നൽകിയിട്ടുള്ള പ്രവചനങ്ങൾ. ഇത് ഈ കാലഘട്ടത്തിൻ്റെ കർത്താവിൻ്റെ വരവിൻ്റെ ഒരുക്കങ്ങളാണ്. ഇത് അന്ധകാര ശക്തികൾ കണ്ണ് കുരുടാക്കി വച്ചിട്ടുള്ള ജനസമൂഹത്തോട് വെളിപ്പെടുത്തുവാനുള്ളതാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണ് കുരുടാക്കി വച്ചിരിക്കുന്ന ഒരു ജനസമൂഹമുണ്ട്. അതായത് യേശു എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ല. അവർ മറ്റു ദൈവങ്ങളെ പോലെയാണ് കാണുന്നത്. കാരണം അവർക്ക് ശരിയായിട്ടുള്ള വിവരം കിട്ടിയിട്ടില്ല. അവർക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ ഈ പ്രവർത്തനം. ഹല്ലേലൂയ. ഈ ജനം ഹൃദയം ദൈവികമായി കണ്ണു കുരുടാക്കപ്പെട്ടതിനാൽ അവർ സത്യദൈവത്തെ, അതായത് ജീവനുള്ള ദൈവത്തെ, ദൈവശക്തിയെ തിരിച്ചറിയുന്നില്ല. ഹല്ലേലൂയ. അവരെയാണ് നമുക്ക് ഉണർത്തേണ്ടത്, വളർത്തേണ്ടത്. ഇത് ദൈവം നമ്മെ, അതായത് വിശ്വാസികളെ, സഭകളെ പരമേൽപ്പിച്ചിട്ടുള്ള കർത്തവ്യമാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവസഭകളെ, ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇത് മനസ്സിലാക്കി ഇതിൽ കൂടെ നാം പ്രവർത്തിച്ചാൽ മാത്രമേ കർത്താവിൻ്റെ നിയമവും ചട്ടവും കർത്താവിൻ്റെ ഹിതവും ഇവിടെ നടക്കുകയുള്ളൂ. ഹല്ലേലൂയ. മർക്കോസ് 16:17. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഹല്ലേലൂയ. പുതുഭാഷകളിൽ സംസാരിക്കും. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് പെന്തക്കോസ്ത് സഭകളിൽ ഈ കൃപാവരങ്ങൾ ഭൂരിഭാഗം ജനത്തിനും ലഭിക്കുന്നില്ല. അധികം പേർക്കും അന്യഭാഷ വരമുണ്ട്. അങ്ങനെയുള്ളവർക്ക് മറ്റ് കൃപാവരങ്ങൾ അർഹതപ്പെട്ടതാണ്. അതായത് മറ്റ് കൃപാവരങ്ങളും അവർക്ക് ലഭിക്കാനുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ടും എന്തേ മറ്റ് കൃപാവരങ്ങൾ പ്രാപിക്കാത്തതേ? ദൈവമക്കളെ, നാം ആഴമായി ചിന്തിക്കേണ്ട കാര്യമാണിത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് ക്രിസ്തുമാർഗത്തെ ക്രൂശിച്ച യഹൂദൻ, ശാസ്ത്രിമാർ, പരീശന്മാർ, മഹാപുരോഹിതന്മാർ ഇന്നും ഈ പെന്തക്കോസ്ത് സഭകളിൽ ഉണ്ട്. ഹല്ലേലൂയ. സഭകളിൽ ഉണ്ട്. ഹല്ലേലൂയ. അവരിൽ പ്രവർത്തിക്കുന്നത് ശത്രുവാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. അവർ ആത്മീയ വരങ്ങളെ, അതായത് കൃപാവരങ്ങളെ തടഞ്ഞു
വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. കാരണം സഭയുടെ പ്രവർത്തനങ്ങളിൽ ശത്രു കയറുന്നു. അത് തിരിച്ചറിയുന്നില്ല, അതിന് എതിരായി പ്രവർത്തിക്കുന്നില്ല, പോരാടുന്നില്ല. അതായത് ആത്മീയ കാഴ്ചപ്പാടുകളെ, ഭൗതിക കാഴ്ചപ്പാടുകൾ ഹല്ലേലൂയ ഹല്ലേലൂയ കുരുക്കിക്കളയുന്നു. ഹല്ലേലൂയ ഞെരുക്കിക്കളയുന്നു. ഹല്ലേലൂയ. സഭകളിൽ മനുഷ്യൻ്റെ സ്വയബുദ്ധിക്ക് മേൽ ഹല്ലേലൂയ സ്വയബുദ്ധിക്ക് മേൽക്കൈ ഉണ്ടാകുന്നു. ആ സ്വയബുദ്ധിയിൽ ശത്രുവിൻ്റെ തന്ത്രം വിജയിക്കുന്നു. ഹല്ലേലൂയ. ആത്മാവിനാൽ ഇവിടെ ജയമെടുക്കാൻ ശത്രുവിനോട് പോരാടേണ്ടിയിരിക്കുന്നു. ഈ സത്യം മനസ്സിലാക്കുക. ഒരു വിശ്വാസ സമൂഹത്തിന്, സഭയ്ക്ക് ശത്രുവിനോട് പോരാടേണ്ടതായിട്ടുണ്ട്. ശക്തമായി തന്നെ പോരാടേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു, പുതിയ നിയമം നാം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനം തൊട്ട് മരണം വരെയും ശത്രു അവനോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവസാനമായി ക്രിസ്തു ശത്രുവിൻ്റെ തലയെ തകർത്തു, ജയമെടുത്തു, പോരാടി ജയമെടുത്തു. അപ്പോൾ ഓരോ വിശ്വാസിക്കും, ഓരോ ആത്മീയനും, ഓരോ പെന്തക്കോസ്ത് സഭകൾക്കും ഈ ഹല്ലേലൂയ ഇത് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. പോരാടേണ്ടിയിരിക്കുന്നു. ശത്രുവിൻ്റെ തലയെ തകർക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവിനാൽ ഇവിടെ ജയിക്കാൻ ശത്രുവിനോട് പോരാടേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ മുൻപിൽ സമയം വളരെ കുറവാണ്. കാരണം കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ അനേകരെ കർത്താവിനായി ഒരുക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, പോർക്കളത്തിൽ ഇറങ്ങേണ്ടതുണ്ട്. അത് പ്രതിബന്ധങ്ങളെ കണക്കിലെടുക്കാതെ തന്നെ ഹല്ലേലൂയ ആകണം. അങ്ങനെയല്ലേ യേശുവും അപ്പോസ്തലന്മാരും ക്രിസ്തുമാർഗത്തിനു വേണ്ടി പ്രവർത്തിച്ചത്. ഹല്ലേലൂയ. സ്തോത്രം. എങ്ങനെ പോരാടണം? അത് സഭകളിൽ ആത്മീയ വരങ്ങൾ, കൃപാവരങ്ങൾ ഉണ്ടാകണം. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നടക്കണം. ഇല്ലാതെ പറ്റില്ല. ഹല്ലേലൂയ. ശത്രു പിന്നെ ഹല്ലേലൂയ പരാജയപ്പെടുത്തണമെങ്കിൽ, അവൻ്റെ തലയെ തകർക്കണമെങ്കിൽ മാത്രമേ അഭിഷേക നിറവ് സഭയിൽ ഉണ്ടാകുകയുള്ളൂ. കൃപാവരങ്ങൾക്കായി സഭയെ എടുത്തു പറയുവാൻ കാരണം, ഹല്ലേലൂയ, എടുത്തു പറയുവാൻ കാരണം കൊരിന്ത്യർ 12:8-9 വാക്യങ്ങൾ വായിച്ചു നോക്കുക. ഹല്ലേലൂയ. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ ആത്മാവ്, മറ്റൊരുവൻ അതേ ആത്മാവിനാൽ അടുത്ത കൃപാവരം. അങ്ങനെ കൃപാവരങ്ങൾ മൊത്തം പലർക്കായി വീതിച്ചു കിട്ടുകയാണ്. ഒരാൾക്ക് എല്ലാം കൂടെ കിട്ടില്ല. ഹല്ലേലൂയ. അത് തിരുവചനത്തിൽ പറയുന്നു. ഹല്ലേലൂയ. ഈ വാക്യങ്ങളിൽ കൂടെ തിരുവചനം നമുക്ക് കാണിച്ചു തരുന്നത് ഹല്ലേലൂയ ഹല്ലേലൂയ വരദാനങ്ങൾ ഒരാൾക്ക് മാത്രമായിട്ടല്ല, പലർക്കു കൂടിയാണ് ലഭിക്കുന്നത്. അതാണ് സഭയെ ഉദ്ദേശിക്കുന്നത്. സഭ എന്നാൽ ഓരോ ആത്മീയനും സഭയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം. ഒരു സഭയുടെ ലക്ഷ്യം കൃപാവരം പ്രാപിക്കണം. ഹല്ലേലൂയ ഹല്ലേലൂയ. അത് ഒരു വിശ്വാസിയുടെ ആത്മീയ പൂർണ്ണതയാണ്. അതിനാൽ നിസ്സാരമായി തള്ളിക്കളയുവാനുള്ളതല്ല. ഹല്ലേലൂയ. സ്തോത്രം. പ്രിയമുള്ളവരെ, ഇന്ന് പല ദൈവമക്കളിലും ദൈവശക്തി അവരിൽ കിടപ്പുണ്ട്. എന്നാൽ അത് പ്രാവർത്തികമാകുന്നില്ല. ഹല്ലേലൂയ. കാരണം
പ്രവർത്തന രീതി ആകാതിരിക്കാൻ ഒരു കാരണം പെന്തക്കോസ്ത് സഭകളുടെ ചട്ടക്കൂട് തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ചില വിഷയങ്ങൾ വചനം എന്ത് ആശയം ഉദ്ദേശിക്കുന്നുവോ അത് അറിയുന്നില്ല. ഹല്ലേലൂയ. അതായത് ആത്മീയ അർത്ഥങ്ങൾ മനസ്സിലാക്കാതെയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഹല്ലേലൂയ. വർഷങ്ങളായി പെന്തക്കോസ്ത് അനുഭവം ദാഹിച്ചു കിടക്കുന്നവർ ഇന്നും അതേ അവസ്ഥയിൽ കിടക്കുന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ദൈവദാസന്മാർ വളരെ ആഗ്രഹത്തോടെ ശുശ്രൂഷ ചെയ്യുന്നു. പിന്നെ എന്തുകൊണ്ട് അഭിഷേകത്തിൻ്റെ നിറവ് ഉണ്ടാകുന്നില്ല? ഹല്ലേലൂയ. ഇന്ന് പെന്തക്കോസ്തുകാർ ന്യൂ ജനറേഷൻ സഭകളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. കാരണം പ്രിയമുള്ളവരെ, ഇന്ന് പ്രവചനം, വെളിപാട്, ദർശനം ഇത് ഉള്ളവരെ ഒന്നും സഭ കണക്കിലെടുക്കുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, പ്രചോദനം കൊടുക്കുന്നില്ല. ഇത് വലിയ പോരായ്മയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഈ പ്രോത്സാഹനം ഹല്ലേലൂയ ഇല്ലാത്തതിനാലാണ് സഭയുടെ ആത്മീയ വളർച്ച തളർന്നു കിടക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതായത് തിരുവചനം പറയുന്ന പെന്തക്കോസ്ത് അനുഭവം ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു. ഈ പെന്തക്കോസ്ത് അനുഭവം സഭകളിൽ ആകാത്തതിനാലാണ് ശത്രു ജയമെടുക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശത്രു ജയമെടുക്കുന്നത് ദൈവദാസന്മാരെ ഉപദ്രവിച്ചും സഭകൾ നടക്കാതിരിക്കാൻ പ്രവർത്തിച്ചും ശത്രു മേൽക്കൈ എടുക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ശത്രുവിനോട് പോരാടണം. അതാണ് പുതിയ നിയമ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതിനായി ദൈവശക്തി, ആത്മാവിൻ്റെ നിറവ് ഇത് പ്രാപിക്കണം. അത് പെന്തക്കോസ്ത് സഭകൾക്ക് കഴിയും. ഹല്ലേലൂയ. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്രിസ്തുമാർഗം എങ്ങനെയാണ് ആത്മീയ കാഴ്ചപ്പാടിൽ കൂടെ കാണാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയെന്ന് ആത്മീയ കാഴ്ചപ്പാടിൽ കൂടെ കാണാം. തിരുവചനത്തിൻ്റെ ആത്മീയ അർത്ഥം, മർമ്മം ഇത് മനസ്സിലാക്കാൻ ഓരോരുത്തരുടെയും ഉള്ളം, കണ്ണ് തുറക്കണം. അതായത് ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. അതായത് തിരുവചനത്തിൻ്റെ ആത്മീയ അർത്ഥം മനസ്സിലാക്കണം. അപ്പോൾ മനസ്സിലാകും ശത്രുവിൻ്റെ തന്ത്രങ്ങൾ. ഹല്ലേലൂയ. ശത്രു ഒരു ദൈവസഭയുടെയും ആത്മീയ യാത്ര തടസ്സപ്പെടുത്തി കളയാൻ അവൻ പോരാടുന്നു. ഹല്ലേലൂയ. അത് മനസ്സിലാക്കുക. അത് ഒരു ആത്മീയനെ അനുഭവത്തിൽ കൂടി മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. അതായത് കർത്താവിൻ്റെ ഹിതം, ഇച്ഛ, അവൻ്റെ വിധി, കൽപ്പന, നീതി, ചട്ടം ഇതിൽ തെറ്റുപറ്റാതെ നിൽപ്പാൻ കഴിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതിനായി പരിശുദ്ധാത്മാവ് എപ്പോഴും ഒരു വിശ്വാസിയെ സഹായിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു. എന്നാൽ ശത്രുവിനോട് കൂട്ടുകൂടുന്നവർക്ക് പരിശുദ്ധാത്മാവ് അനുഭവം ഉണ്ടാകുകയില്ല. കാരണം അതിന് ശത്രുവിനെ പഴിക്കണ്ട. മനുഷ്യൻ ശത്രുവിനെ കൂട്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. ആദം ഹവ്വ നോക്കുക. ശത്രു വളരെ തന്ത്രപരമായി ഫലം ഭക്ഷിക്കാൻ പറയുന്നതേ ഉള്ളൂ. സാത്താൻ പിടിച്ച് ഏൽപ്പിക്കുന്നില്ല. എന്നാൽ മനുഷ്യൻ നിസ്സാരമായി ശത്രുവിൻ്റെ പക്ഷം ചേർന്നു മരണം ഏറ്റുവാങ്ങി. ചിന്തിക്കുക, ആരാണ് കുറ്റക്കാർ? ഇന്നും ജനത്തിന് ഇത് സംഭവിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് എന്നാൽ നമുക്ക് ജനത്തിന്, ഒരു വിശ്വാസിക്ക്, സഭയ്ക്ക് ക്രിസ്തു എങ്ങനെ ആയിരിക്കണം,
ശത്രുവിനോട് പോരാടണം, പോരാടി ജയം എടുക്കണം. ഇത് ജീവിതം കൊണ്ട് പഠിപ്പിച്ചു തന്നു. ആര്? കർത്താവായ യേശു ക്രിസ്തു നമുക്ക് പഠിപ്പിച്ചു തന്നു. അത് 4 സുവിശേഷങ്ങളിൽ കൂടി നമ്മെ വരച്ചു കാട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അത് കഴിഞ്ഞ് അപ്പോസ്തല പ്രവൃത്തികൾ, അതിൽ കൂടെ സഭകൾ എങ്ങനെ ആയിരിക്കണം, എങ്ങനെ അവർ സഭകളുടെ നടത്തിപ്പുകൾ, ഇവ അപ്പോസ്തലന്മാരുടെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നിരിക്കുന്നു. അത് ശത്രുവിനോട് വളരെ ശക്തമായി പോരാടുന്ന, ഹല്ലേലൂയ, പോരാടുന്നു. സഭകൾ പണിയുന്നു, വളർത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലേഖനങ്ങൾ സഭകൾക്ക്, വിശ്വാസികൾക്ക് ക്രിസ്തുമാർഗത്തിൻ്റെ വഴി കാണിച്ചു തരുന്നു. ഹല്ലേലൂയ. ഇത് കാണുന്നവർ, അറിയുന്നവർ അറിയാതെ പോകുന്നു. അതാണ് പരിതാപകരമായ കാര്യം. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇത്ര അടുത്തറിഞ്ഞിട്ടും ഉണരാത്തത്, പ്രത്യാശിക്കാത്തത് എന്തുകൊണ്ട്? ഹല്ലേലൂയ. ആത്മീയ പൂർണ്ണത പ്രാപിക്കാത്തവർക്ക് വേണ്ടിയാണ് ഇത്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ ഇവിടെ നിർത്തട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. 2025 ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ അത്ഭുതങ്ങളുടെയും വർഷമാകട്ടെ. കർത്താവിൻ്റെ വരവും സംഭവിക്കട്ടെ. നമുക്ക് ഒരുങ്ങിയിരിക്കാം. ഒരു അർത്ഥവുമില്ലാത്ത ലോകം, ദുഷ്ടതയുടെ ലോകം, മ്ലേച്ഛതയുടെ ലോകം, നശ്വര ലോകം, നമുക്ക് ഇതിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാം. ഹല്ലേലൂയ. തൻ്റെ മക്കൾക്ക് ഒരു നിത്യതയുണ്ട്. അത് യേശുക്രിസ്തു തൻ്റെ രക്തത്താൽ നമ്മെ വീണ്ടെടുത്തതാണ്. ഏത് വിശ്വാസിയിലും ഏത് അവസ്ഥയിലും നമുക്ക് സന്തോഷിക്കാം. അവൻ, കർത്താവ് നമ്മെ കരുതും, കൈവിടുകയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കാം. അതിനോടൊപ്പം ശത്രുവിനോട് പോരാടണമെങ്കിൽ ഉപവസിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 ദിവസം, 7 ദിവസം, 21 ദിവസം, നടന്നില്ലെങ്കിൽ 40 ദിവസം. ഹല്ലേലൂയ. പ്രാർത്ഥനയും ഉപവാസവും കണ്ടിന്യൂ ചെയ്യണം. അതാണ്. ഹല്ലേലൂയ. സോദോം ഗൊമോറ കർത്താവിൻ്റെ വചനം കേട്ടില്ല, അവർ കത്തി നശിച്ചു, ദഹിച്ചുപോയി. എന്നാൽ നിനവെയും അതുപോലെയായിരുന്നു. നിനവയ്ക്ക് രക്ഷ കിട്ടി. അതായത് അവരുടെ തെറ്റ് യഹോവയായ ദൈവം കാണിച്ചു കൊടുത്തപ്പോൾ അവർ, ഹല്ലേലൂയ, രട്ടെടുത്ത് വെണ്ണീറിലിരുന്ന് മുട്ടിന്മേൽ നിന്ന്, ഹല്ലേലൂയ, അവരുടെ ജനവും മൃഗങ്ങളും ഉപവസിച്ചു. ആ ഉപവാസത്തിൽ കൂടി നിനവയ്ക്ക് വിടുതൽ കൊടുത്തു ദൈവം. അവർക്ക് കൊടുക്കാൻ പറഞ്ഞ ശിക്ഷ കൊടുത്തില്ല. ഈ സത്യങ്ങൾ മനസ്സിലാക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന് ദൈവമക്കൾ ഒരുക്കമാണോ? തീർച്ചയായും കൃപാവരങ്ങൾ പ്രാപിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ പൊന്നുതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ പൊന്നുതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. അവൻ ആദിയും അന്തവും ഒന്നാമനും ഒടുക്കത്തവനും അൽക്കയും ഓമേഗയുമാണ്. ഹല്ലേലൂയ. എല്ലാ മുഴങ്കാലും അവൻ്റെ മുൻപിൽ മടങ്ങും. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ശത്രു, ഹല്ലേലൂയ, മല പോലെ ഉയർത്തി വച്ചിരിക്കുന്ന പ്രശ്നം, കണ്ടാൽ ജനം ഭയപ്പെടുന്ന പ്രശ്നം, കർത്താവിൻ്റെ മുൻപിൽ യാതൊന്നുമില്ല. എല്ലാം ഇടിഞ്ഞു പോകും. ഹല്ലേലൂയ. യഹോവയായ ദൈവം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മുൻപിൽ ശത്രുവിൻ്റെ ശക്തിക്ക് ഒരു ബലവുമില്ലെന്ന് മനസ്സിലാക്കുക. മനുഷ്യനെ അവൻ കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. അവൻ്റെ തന്ത്രം കൊണ്ട് മനുഷ്യനെ വീഴ്ത്തുകയാണ്. വീഴ്ത്തുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ സ്വയം അങ്ങോട്ട് വീണ് ചേരുകയാണ്. കർത്താവിൻ്റെ പക്ഷത്തേക്ക് അങ്ങനെയല്ല. ഹല്ലേലൂയ. അത് മനസ്സിലാക്കുക. കർത്താവിൻ്റെ പക്ഷമെന്ന് പറയുമ്പോൾ ഒന്നിൽ നാം വിശുദ്ധരായി നിന്നാൽ, വിശുദ്ധിയോടെ നിന്നാൽ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് പ്രവേശിക്കും. ഇല്ലാതെ ശത്രുവിൻ്റെ കൂട്ടുകാരായി ഇരുന്ന് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ്
മാറി നിൽക്കും. അതാണ് ഹല്ലേലൂയ, അതാണ് മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ച് കൊണ്ടുവരുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്ത് അവരുടെ മുൻപിൽ ഹല്ലേലൂയ അഗ്നിസ്തംഭവും മേഘസ്തംഭവുമായി നിന്ന് വെളിച്ചം കൊടുത്ത് രാത്രിയിലും പകലും അവരോട് കൂടെ ഇരുന്ന് ദൈവമാണ് നടത്തിയത്. എന്നിട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ദൈവത്തെ വിട്ട് സംസാരിക്കുകയാണ്. ഞങ്ങൾക്ക് മിസ്രൈമായിരുന്നു നല്ലത്. അതായത് മിസ്രൈം എന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ കോട്ടയാണ്. ഫറവോൻ ശത്രുവിൻ്റെ കോട്ടയാണ് അവിടേക്ക് പോവാൻ അവർ എപ്പോഴും പറയും. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഹല്ലേലൂയ അവിടുന്ന് തിരിച്ച തലമുറ മൊത്തം മരുഭൂമിയിൽ പട്ടുപോയി. അത് പഴയ നിയമത്തിൻ്റെ പ്രവർത്തനമെങ്കിൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയും. ഇല്ല എങ്കിൽ ഹല്ലേലൂയ ന്യായവിധിയുടെ സമയം വരും. പ്രിയമുള്ളവരെ, ന്യായവിധിയുടെ സമയം വരുമ്പോൾ ഹല്ലേലൂയ നാം പിടിക്കപ്പെടും. ഹല്ലേലൂയ, ഇത് ഓർത്തു വയ്ക്കുക. കർത്താവിൻ്റെ പൊന്നു തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, കേട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങിയിരിക്കാം, പ്രത്യാശയോടെ ആയിരിക്കാം. ഹല്ലേലൂയ ലബബബ രബ രബംബര ദൂരബബബബബബബബബ ലബ ഹല്ലേലൂയ. അതിനായി ഹല്ലേലൂയ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ദൈവം നിങ്ങളെയും എന്നെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. സ്തോത്രം.